ഹലോ ഗൈസ്, ഒന്നാം മൂന്ന് ദിവസത്തിന് അവധിയായി. ബാക്കി വീട്ടിൽ പോയി ചെയ്തു. ഹോസ്റ്റലിൽ ഓപ്പൺ നായിക്കൾ നമ്മൾ കൂടെ കോഴിക്കോട് പോയി ചെയ്തു. കോഴിക്കോട് പോയ ടീംസിന് വിളിച്ചിട്ട് നിങ്ങൾ കോഴിക്കോട് പോയിട്ടെങ്കിൽ ഞങ്ങൾ ഡബിൾ പോകും പറഞ്ഞിട്ട് മൈസൂർ ദസറ പോകാനുള്ള പ്ലാൻ ഇട്ടു. ഞങ്ങൾ കൂടുതൽ ആകെ ഡ്രൈവ് ചെയ്യാൻ വെക്കുന്നത് അവർ മാത്രമേ ഉള്ളൂ. ആ ടെൻഷൻ മൊത്തം ഉണ്ടായി. ആദ്യം തന്നെ നമ്മൾ കോപ്പാലത്ത് പോയിട്ട് എണ്ണ അടിച്ചു. കാരണം നിങ്ങൾക്ക് അറിയാലോ, കേരളത്തെക്കാളും 10-15 രൂപ കുറവായിരിക്കും കോപ്പാലത്ത്. എന്തായാലും ചേച്ചിന് ഫുൾ ടാങ്ക് ആക്കാൻ പറഞ്ഞിട്ട് എണ്ണ പുറത്തോട്ട് ഒളിക്കാൻ ഫസ്റ്റ് ഒരു 30 മിനിറ്റ് ഭയങ്കര ആവേശം. നിങ്ങൾക്ക് അറിയാലോ ട്രിപ്പിന്റെ അവസ്ഥ. പിന്നെ ആവേശമായിട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും പോകുന്നവർക്ക് കളക്ഷൻ എടുക്കും. പോകുന്ന വഴിക്ക് മുടിയനും കൂട്ടും. പെട്രോളിന് വണ്ടിക്ക് പൈസ ആവണ്ടേ, തിന്നാൻ പൈസ ഇല്ല. അപ്പൊ ഇവന് മുടിയുണ്ടെങ്കിൽ സാരി മാത്രം ഇടിവിച്ചാണ് നിർത്തിയായി മൈസൂർ കൊണ്ടുപോയിട്ട്. നല്ല ലാഭമാണ്, പൈസയും കിട്ടും. കണ്ണൂരിന് മൈസൂരിലോട്ട് പോകുമ്പോൾ നല്ല ചിപ്സ് അല്ലട്ടോ, ചിപ്സ് ഉദ്ദേശിച്ചു. മട്ടന്നൂർ എത്തിയപ്പോൾ നോർമൽ ചിപ്സും പിന്നെ നല്ല മധുര ചിപ്സും മേടിച്ചു. തന്നെ നമ്മൾ മധുര ചിപ്സിന്റെ പാക്കിനെ പൊട്ടി. മുടിയനുകാരോട് ക്യാഷ് എടുക്കാൻ ഏറ്റവും പോയപ്പോൾ ആ ഗ്യാപ്പിൽ പോയത് ഞാൻ ഹോട്ടലിൽ. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമായി നമ്മൾ രതീഷിനെ തന്നെ പോയി. ഒന്നങ്ങോട്ട് ചുരം കയറിയപ്പോൾ നമ്മൾ തല പുറത്ത് കിട്ടും. തല പുറത്തിട്ട് നമ്മൾ പോലത്തെ ആൾക്കാർ. അപ്പൊ തന്നെ കൂടുതൽ ഒരു കുറങ്ങാൻ പറയും, വേണമെങ്കിൽ തല ഉള്ളിൽ കിട്ടും. അല്ലെങ്കിൽ ലോറി കിടക്കുന്ന നിന്റെ അവസ്ഥ അതേപോലെ. ലോറി മാത്രമല്ല, മുന്നിൽ ഒരു കാർ ആക്സിഡന്റ് കിടക്കുന്നു, കൊക്കെ കിടക്കുന്നു. കുറങ്ങനെ ഉപദേശങ്ങൾ തല ഉള്ളിൽ കിട്ടും. മൈസൂരിൽ എത്താനായുണ്ട് മുടിയെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇത്ര വൃത്തിക്കെട്ട റോഡിന് ജന്മത്തിൽ കണ്ടില്ല. കാരണം കുലുക്കി വണ്ടറിലെ പോയ പോലെ ഇന്ന് ചിപ്സെല്ലാം വായ്പടി വരാൻ തുടങ്ങിയപ്പോ എന്തിനാ വെറുതെ വായ്പടി കളി പഠിച്ചു തന്ന ചുക്കാമണി ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചുക്കാമണി നിന്റെ ബാക്കിൽ വേറെ സാധനമല്ലോ. ബാക്കിലൂടെ കളയാൻ കക്കൂസില്ലാത്തൊരു ചുക്കാമണി യൂസ് ചെയ്യാൻ. മൈസൂരിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തണുപ്പടിക്കാൻ തുടങ്ങി. ആ തണുപ്പ് മാറ്റാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി കഫേക്ക് കയറി. അവിടെ നല്ല ആംബിയൻസ് ഉള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട്. കാലാവസ്ഥ കാരണം കൊണ്ട് അറിയില്ല, അവിടുത്തെ എല്ലാ കടിയിലും നല്ല തണുപ്പുണ്ട്. ചായ കൂടി അവസാനിപ്പിച്ച് നമ്മളെല്ലാവർക്കും കോൽമുട്ടയും മേടിച്ച് നമ്മൾ നിറഞ്ഞു. ചുക്കൂന് കടും ചുവപ്പും ഡെൽവിന് മഞ്ഞ്. മുടിനോട് ഏത് കളർ വെച്ച് വാ തുറന്നു. അപ്പൊ ആ പൂട്ടിക്കാർ മണം കൊണ്ട് മൈസൂർ കാട്ടിലോട്ട് വണ്ടി പോകാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് ബീഹാറാണ് ഓർമ്മ വരാൻ തുടങ്ങി. കാരണം ഈ സ്റ്റേറ്റ് റോഡും പിന്നെ മരങ്ങളും ഈ ക്ലൈമറ്റും ഈ തണുപ്പടിക്കുമ്പോൾ ബീഹാറിലെ സെയിം സിറ്റുവേഷൻ അവിടെ. ഇപ്പൊ ഞാൻ എത്ര കാലം കേരളത്തിൽ ജീവിച്ചാലും എന്തായാലും ഞാൻ ബീഹാറിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ കാലം ഇഷ്ടം എനിക്ക് അവിടെ തന്നെ ആയിരിക്കും എപ്പോഴും.